വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്റ്റേഷൻ? ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സൂക്ഷിച്ച് തന്നെ ഉത്തരം പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റിജക്റ്റ് ആയി പോകുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എത്രയാണെന്നുള്ളത്. ഇതിന് എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്പറായിട്ട് പറയണോ, അതല്ല കമ്പനി സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണമെന്ന് പറയണോ? ഇതൊരു ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. പലരും ഡൗട്ടായിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. എന്നോട് കമ്പനിയിൽ നിന്ന് സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു, ഞാനപ്പോൾ ഒരു 15,000 അല്ലെങ്കിൽ 20,000 എന്ന് പറയണോ, അതല്ല വേറെ എന്തെങ്കിലും ഉത്തരം പറയണോ? അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഉത്തരം, കമ്പനി ഏതൊരു പ്രൊഫൈലിലേക്ക് ഒരാളെ ഹയർ ചെയ്യുമ്പോഴും, ഒരു ഫ്രഷേഴ്സ് ആണെങ്കിൽ അതിനൊരു ഫിക്സഡ് സാലറി കാണും. അതായത് ഒരു കമ്പനി പോളിസി അനുസരിച്ച് ഒരു സാലറി തീരുമാനിച്ച് കാണും. അപ്പോൾ നമ്മളത് അതിനേക്കാളും വലിയൊരു എമൗണ്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് പറയുമ്പോഴോ നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ പല വിധത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻ്റർവ്യൂ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, സാലറി എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് പല കാൻഡിഡേറ്റ്സിനും റിജക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. 10ഉം 200ഉം 250ഉം ആപ്ലിക്കേഷൻ വരുന്നതിനകത്ത് പലരും ചോദിക്കുന്ന എക്സ്പെക്റ്റഡ് സാലറി, അതായത് ചിലപ്പോൾ മെയിൽ അയക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ അതിനകത്ത് സാലറി എക്സ്പെക്റ്റഡ് സാലറി കൂടെ മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ 25,000 30,000 ഒക്കെ ചോദിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ശരിക്കും കമ്പനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കാണും. ഇന്ന സ്കിൽസ് ഉള്ള കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ് എന്നൊരു എക്സ്പെക്റ്റേഷൻ കമ്പനിക്ക് കാണും. അത് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ 25,000 30,000 ഒക്കെ തരാൻ കമ്പനി റെഡിയാവും. നമ്മളുടെ സ്കിൽസ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ഒന്നും അറിയാതെ ഒരു റെസ്യൂമേ മാത്രം കയ്യിൽ കിട്ടിക്കൊണ്ടൊരു കമ്പനിക്ക് നമ്മളെ പറ്റി ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ ഈ ഒരു 25,000 30,000 കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആസ് പെർ കമ്പനി പോളിസി എന്നൊക്കെ പറയുന്നതായിരിക്കും ഒരു ബെറ്റർ ആൻസർ. ഒരു ഫിഗറായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ അത് നമ്മൾ ഒരുപാട് കൂടുതലായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കുറച്ചായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ആ ഒരു HR ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും ഈ സാലറിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ കമ്പനി ഇൻ്റർവ്യൂ എടുക്കുന്നയാൾ നമ്മുടെ ഒരു സ്കിൽസും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രത്തോളം കഴിവുണ്ട്, നമ്മുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, നമ്മുടെ കേപ്പബിലിറ്റി എന്തൊക്കെയാണെന്ന് എല്ലാം അയാൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്കിൽസ് വളരെ താഴെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്യ, നമ്മൾ ഒട്ടും പെർഫോം ചെയ്യാത്തൊരു ഇൻ്റർവ്യൂവിൽ നമ്മളോട് എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു ഹയർ സാലറിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മളെക്കുറിച്ച് വരുന്നത്. അതുപോലെ നമ്മൾ നല്ല ഹയർ ലെവൽ പെർഫോം ചെയ്തു, നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പെർഫോം ചെയ്തു, എന്നിട്ടൊരു സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ടാണ് പറയുന്നതെങ്കിലും ഈ ഒരു സെയിം ഫീലിംഗ് തന്നെയായിരിക്കും ആ സമയത്തും വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്പനി എന്താണോ നമുക്കൊരു ഫ്രഷർ ലെവലിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ കാൻഡിഡേറ്റ് എന്നുള്ളതിലേക്ക് കമ്പനി എന്താണോ സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു സാലറി വർക്ക് ചെയ്യാൻ റെഡിയാണെന്ന് തന്നെ പറയുക. പിന്നെ നമ്മുടെ സ്കിൽസും സാലറിയും തമ്മിൽ പലപ്പോഴും വലിയൊരു ഗ്യാപ്പ് കാണാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോകുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു 15,000 കൊടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ള മൊബൈൽ വേണം നമ്മൾ കൃത്യമായിട്ട് പറയും. ഇത് തന്നെയാണ് കമ്പനിയും പറയുന്നത്. അവരൊരു 15,000 സാലറി ഓഫർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത്രയും സ്കിൽസോ കാര്യങ്ങളോ ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രമേ അവർ ആ പറഞ്ഞ സാലറിക്ക് അവർ ഹയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഒരു സെയിം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് വേറെ അവൈലബിൾ ആണ്. അപ്പോൾ വെറുതെ ഒരു സാലറി എമൗണ്ട് ഒരു കമ്പനി ഓഫർ ചെയ്യത്തില്ല. നമ്മുടെ സ്കിൽസ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ഇതിൻ്റെ ബേസിലായിരിക്കും സാലറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൃത്യമായിട്ടൊരു സാലറി ഫിഗറായിട്ട് പറയാവുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനുകളിൽ സാലറി കമ്പനി എന്താണ് ഓഫർ ചെയ്യുന്നത് ആ ഒരു സാലറിക്ക് വർക്ക് ചെയ്യാൻ റെഡിയാന്നുള്ള രീതിയിൽ തന്നെ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസിനാണ് വാല്യൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, എനിക്ക് ഇത്ര സാലറി വേണം, ഞാൻ കറൻ്റ്ലി ഈ ഒരു സാലറിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കിട്ടിയാൽ അല്ലെങ്കിൽ ഇത്ര ഹൈക്ക് കിട്ടിയാൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, ചോദിച്ച് വാങ്ങിക്കാൻ, ഡിമാൻഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഫ്രഷേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല, അവിടെ കമ്പനിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. എക്സ്പീരിയൻസിൻ്റെ കേസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ആ സ്കിൽസും ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന സാലറി തന്നാൽ മാത്രമേ നമ്മളോട് ജോയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഫ്രഷേഴ്സിൻ്റെ കേസിലും എക്സ്പീരിയൻസ് കേസിലും സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഫ്രഷേഴ്സ് ആണെങ്കിൽ ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പോളിസി എന്ന് പറയുക. എക്സ്പീരിയൻസ് ആണെങ്കിൽ കറണ്ട് സാലറി എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഹൈക്കാണോ വേണ്ടത് അതാണ് എനിക്ക് വേണ്ടത് എന്ന രീതിയിൽ തന്നെ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. ടെക്നിക്കൽ ട്രെയിനിങ്, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.